അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീമദ് ഭാഗവതത്തിൽ ശുകദേവ ഗോസ്വാമി ഭഗവാന്റെ ലീലകളെ വർണ്ണിച്ചിട്ടുണ്ട്, നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അത് ഒരു ഭാഗം മാത്രമേ ആവണുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച സമയത്ത് ഭഗവാന്റെ കൂടെ വന്നിട്ടുള്ള ഭഗവാന്റെ കൂട്ടുകാർ, സഖാക്കളായിട്ടുള്ളവർ, പിന്നെ രാധാറാണിയുടെ സഖികൾ, ഇവരെല്ലാം കലിയുഗത്തിൽ അവതരിച്ചിരുന്നു. ചൈതന്യ മഹാപ്രഭുവൊക്കെ അവതരിച്ച ആ സമയത്ത് അവർ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഭാഗവതത്തിൽ നമ്മൾ കാണാത്ത പല പല അത്ഭുതകരങ്ങളായിട്ടുള്ള കഥകളും അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവർ പദങ്ങളായിട്ട്, അവരുടെ കീർത്തനങ്ങളായിട്ട്, പദങ്ങളായിട്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അതിൽ അവതരിപ്പിച്ച ഒരു കഥയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ കുംഭൻദാസ്, അതൊക്കെ ഭക്തമാലയിലുള്ള കഥയാണ്. വളരെ പ്രിയപ്പെട്ട ഭക്തനായിരുന്നു കുംഭൻദാസ് എന്നാണ്. ഇപ്പോൾ സാക്ഷാൽ ശ്രീനാഥ്ജി അവിടെ വിരാജിതനായിട്ട് സാന്നിധ്യം ചെയ്യുന്ന, ആ ശ്രീലോകത്ത് സാന്നിധ്യം ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഒരു സ്ത്രീ വരും അവിടെ നിന്നാണ്. ആ സ്ത്രീ എന്ത് വരും? നല്ല വെണ്ണ, അതായത് ഈ പാലിൽ കുറച്ച് മധുരവും കൂടി ഇട്ടിട്ട് അത് ഉറയൊഴിച്ചിട്ട് കാച്ചിയിട്ട് അതിന്നെടുക്കണ വെണ്ണ, അത് വളരെ മാഖൻ മിശ്രി എന്നതിന് പറയുക. അതിന് വളരെയധികം സ്വാദുണ്ടെന്നാണ് പറയുന്നത്. ഭഗവാന് വളരെ ഇഷ്ടമാണത്. അപ്പോൾ ഒരു സ്ത്രീ എല്ലാ ദിവസവും ഈ ശ്രീനാഥ്ജിയുടെ മുമ്പിൽ വന്നിട്ട് ഈ വെണ്ണ നിറച്ചിട്ടുള്ള കുടം കൊണ്ടുപോയിട്ട് കാണിക്കും. എന്നിട്ട് പറയും, അതെ വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വാ, ഇവിടെ തരില്ല, വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ എന്ന് പറയും. ഭഗവാനാണെങ്കിൽ ഇത് കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. അവസാനം ഭഗവാൻ അവിടെ കുംഭൻദാസ് അവിടെ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാനിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറയാണ്, നമ്മൾക്ക് ആ ഒരു വെണ്ണ കിട്ടാൻ എന്താ വഴി? അപ്പോൾ ചോദിക്കുകയാണ്, അപ്പോൾ എന്താ വേണ്ടത്? മോഷ്ടിക്കാം നമ്മൾക്ക്. അയ്യോ, അന്ന് ആ വൃന്ദാവനത്തിൽ വെച്ച് മോഷ്ടിച്ചു, ഈ കലികാലത്ത് മോഷ്ടിക്കാൻ പറ്റുമോ? ആളുകൾ പിടികൂടില്ലേ? അല്ല, മോഷ്ടിക്കാം നമ്മൾക്ക്, നീ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയുകയാണ്. എന്നിട്ട് ഭഗവാൻ ആ ഉച്ചയ്ക്കുള്ള നിവേദന രാജഭോഗത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം നടയൊക്കെ അടച്ചതിന് ശേഷം ഭഗവാൻ ഇതാ ഇപ്പോൾ മോഷ്ടിക്കാനുള്ള സമയമായി എന്ന് പറയുകയാണ്. രാത്രി സമയത്ത്, പകലല്ല, രാത്രി സമയത്ത് വാതിലൊക്കെ എല്ലാം അടച്ചിട്ട് പൂജാരി പോണ സമയത്ത് ഭഗവാൻ പറയുകയാണ്, അതെ നമ്മൾക്ക് ഒന്നിച്ചു പോവാം, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യാമെന്ന് പറയുന്നു. ഭഗവാൻ ശ്രീനാഥ്ജി എന്ത് ചെയ്തു? ആ രാത്രി എല്ലാ പൂജകളും കഴിഞ്ഞ് മേൽശാന്തി പൂജ പണ്ഡിറ്റ്ജി എല്ലാവരും പോയതിന് ശേഷം ഭഗവാൻ അതെ ശ്രീകോവിലിൻ്റെ പിന്നിലുള്ള ജനലിൻ്റെ അടുത്ത്, വാതിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ കുംഭൻദാസ് അവിടെ വന്ന് നിന്നു. ഭഗവാൻ അവിടുന്ന് പെട്ടെന്ന് ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് അവിടെ എഴുന്നേറ്റു. എന്നിട്ട് ജനലിൻ്റെ അടുത്ത് വന്ന് ജനലിൻ്റെ അഴികൾ പിടിച്ചിട്ട് ഒന്നിങ്ങനെ മാറ്റിയതോട് കൂടി ഭഗവാന് വരാനുള്ള വഴിയായി എന്നാണ് പറയണത്. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നീ എന്നെ ചുമലിലെടുക്കുമെന്ന് പറയണം. അങ്ങനെ കുംഭൻദാസ് ഭഗവാനെ ചുമലിലെടുത്തുകൊണ്ട് പോവുകയാണ്. പറഞ്ഞു, ഈ രാത്രി സമയത്ത് എവിടേക്കാണ് പോണത് എനിക്കറിയണില്ല, ഞാൻ വഴി പറഞ്ഞുതരാം. ഭഗവാനുണ്ടോ വഴി അറിയാത്തത്? ഈ സ്ത്രീയുടെ സ്ഥലം എവിടെയാണെന്നുള്ളത് കുംഭൻദാസിന് അറിയില്ല, പക്ഷെ ഭഗവാൻ അറിയാം. അതാ ഇവിടുന്ന് ഇടത്തോട്ട് പോവുക, ഇടത്തോട്ട് പോയി, അവിടുന്ന് വലത്തോട്ട് നേരെ പോവുക, പോയി. അവിടെ അപ്പുറത്തൊരു കിണറുണ്ട്, ആ കിണറിൻ്റെ അടുത്ത് പോയി. അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വയലുണ്ട്, അതും പോയി, കടന്നു പോയി. ഇതാ ഈ കണ്ണ വീടാണെന്ന് പറയണം. അവിടെ ചെന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് കിടക്കുക? ഭഗവാൻ പറഞ്ഞു, ഉപായമുണ്ട്, നല്ല ബുദ്ധിമുട്ട്. ഇത് വൃന്ദാവനത്തിൽ കുറേ മോഷ്ടിച്ചതല്ലേ ഞാൻ, ഒരു ബുദ്ധിമുട്ടില്ല ഭഗവാൻ പറയുന്നു. എന്നിട്ട് ആ വീടിൻ്റെ ആ പിൻഭാഗത്തൂടെ പോയി. എന്നിട്ട് ഈ വെണ്ണ ഇതൊക്കെ വെച്ചിരിക്കുന്ന ആ മുറിയുടെ, മാഖൻ മിശ്രി വെച്ചിരിക്കുന്ന മുറിയുടെ അടുത്ത്, ജനലിൻ്റെ അടുത്ത് ഇതേപോലെ ജനലിൽ പതുക്കെ അതിൻ്റെ പാളികൾ ഇങ്ങനെ മാറ്റി, അതിൻ്റെ ജനലിൻ്റെ അഴികളൊക്കെ മാറ്റി ഉള്ളിലേക്ക് കടന്നു. കുംഭൻദാസിനോട് നീയും കടക്കുമെന്ന് പറയണു. തൻ്റെ ഭക്തനെയും കൂടി അതിനുള്ളിലേക്ക് കടത്തി, എങ്ങനെയൊക്കെ പിടിച്ച് കടത്തി. ആദ്യം ഭഗവാൻ ചുമലിരുന്ന് കയറി വരുന്നത് പിടിച്ച് പതുക്കെ കയറിയാൽ മതി പറയാം. അങ്ങനെ കയറിയിട്ട് അവിടെ നിർത്തി കഴിഞ്ഞിട്ട് ഈ ഭഗവാൻ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്. അവിടെ നിന്നു. എന്നിട്ട് ഭഗവാൻ ആ ഭക്തൻ്റെ ചുമലിൽ കയറി നിന്നു. ഇത്
കലിയുഗത്തിൽ നടക്കുന്ന 400 വർഷങ്ങൾക്ക് മുമ്പേ 300 വർഷങ്ങൾക്ക് മുമ്പേ നടന്ന സംഭവമാണത്. ചുമലിൽ നിൽക്കുക, ചുമലിൽ നിന്നിട്ട് ആ കൊടങ്ങനെ പിടിച്ച്, അപ്പോൾ ആ ഉറിയിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്ന് വെണ്ണ കൈകൊണ്ടെടുക്കുക. അപ്പോൾ വെണ്ണ ഇങ്ങനെ കൈകൊണ്ടെടുക്കുന്ന സമയത്ത് ഭഗവാൻ അത് നല്ല രസമായിട്ട് കഴിക്കുകയാണ്. അതെ, കുറച്ച് വേണോ ഭഗവാൻ ചോദിക്കുകയാണ്. അപ്പോൾ ആളുടെ വായിലും കുറച്ച് കൊടുക്കുക, ഭഗവാനും കഴിക്കുക. ഭഗവാൻ കഴിക്കുന്ന സമയത്ത് ഇത് പിടിക്കണ്ടേ, അത് പിടിച്ചില്ല. അപ്പോൾ കൈയൊക്കെ വഴുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ടത് പിടിക്കുന്ന സമയത്ത് ഇതെടുത്ത് കഴിക്കണ്ടേ. കഴിക്കുന്ന സമയത്ത് എന്താണ്, തൻ്റെ പട്ട് വസ്ത്രം ഇങ്ങനെ അഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ അഴിയുന്ന സമയത്ത് ഒരു കൈ കൊണ്ടത് പിടിക്കുക. അപ്പോൾ 2 കൈ മതിയോ? 4 കൈ വേണമെന്നാണ് പറയുന്നത്. 2 കൈ കൊണ്ട് ഭഗവാൻ തൻ്റെ ആ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ പിടിക്കുക. ഒരു കൈ കൊണ്ട് ഉറിയുടെ കയറ് പിടിക്കുക, മറ്റേ കൈ കൊണ്ട് ആ വെണ്ണ എടുത്തിട്ട് കഴിക്കുക. വെണ്ണ കഴിക്കുക, പിന്നെ കൂടെ ഭക്തനും കുംഭൻദാസനും കൊടുക്കുക. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇത് ഇഷ്ടംപോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, രസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ കടകോല അവിടെ വെച്ചിരുന്നു എന്നാണ്. കടകോല് നേരെ താഴേക്ക് വീണു. ഇത് വീണ ശബ്ദം കേട്ടു. അർദ്ധരാത്രി സമയത്താണ് വീണ ശബ്ദം കേട്ടു. ആ വീണ ശബ്ദം കേട്ടോട് കൂടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു, കുംഭൻദാസിനെ ചുമലിൽ നേരെ ജലലിൻ്റെ അടുത്തേക്ക് ചാടിയിട്ട് ഭഗവാൻ ഓടി രക്ഷപ്പെട്ടു. പാവം കുംഭൻദാസ് അവിടെ വായിൽ വെണ്ണയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പകുതി വെണ്ണയൊക്കെ ആയിട്ട് അന്തല്ലാതെ നൃത്തം ചെയ്യാണ്. കാരണം 4 കൈയുള്ള ഭഗവാനെ, ചതുർബാഹുവായിട്ടുള്ള കൃഷ്ണനെ കണ്ടിട്ടുള്ള ആനന്ദത്തിൽ, പിന്നെ ഭഗവാന്റെ കൈ കൊണ്ടാണ് ഇപ്പോൾ വായിൽ വെണ്ണ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആനന്ദത്തോട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാതിൽ തുറന്നിട്ട് ആ ഗോപി ആ സ്ത്രീ വന്നു. ഇങ്ങനെ ഈ അമ്പലത്തിൽ, ക്ഷേത്രത്തിൽ ഭഗവാന്റെ കീർത്തനം പാടുന്ന, പദങ്ങൾ പാടുന്ന ഭക്തനാണ് മോഷ്ടിക്കാൻ കയറിയിരിക്കുന്നത്. എന്ത് വിഡ്ഢിത്തം കാണിക്കണത്? എന്തുകൊണ്ട് ഇവിടെ വന്ന് മോഷ്ടിച്ചു? ശ്രീനാഥ്ജി ഭഗവാൻ കൂടെ വന്നു എന്നോ, ഭഗവാൻ ഇങ്ങനെ എന്നെ പ്രേരിപ്പിച്ചതാണ്, പറ്റിച്ചതാണെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ വിശ്വസിക്കുമോ? അവസാനം കുംഭൻദാസ് പറഞ്ഞു, സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. ഇങ്ങനെയാണ് ഉണ്ടായത്. ശ്രീനാഥ്ജി എൻ്റെ ചുമലിൽ കയറിയിട്ടാണ് വന്നത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരാൻ ശ്രീനാഥ്ജിയാണ് എന്നെ സഹായിച്ചത്. ഞങ്ങൾ ഒന്നിച്ചതിൽ കയറിയത്. പക്ഷേ ഇത് കഴിച്ചിട്ട് ശ്രീനാഥ്ജിയാണ് ഇതിൻ്റെ വായിൽ തേച്ച് തന്നത്. അപ്പോൾ ഈ ലഹരിയിൽ ഞാൻ അറിയാതെ നൃത്തം ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണെന്ന് പറയുന്നു. ഇത് ആ സ്ത്രീക്ക് വിശ്വാസമില്ല. കുംഭൻദാസിനെ പിടിച്ച് കൊണ്ടുപോയി. എന്നിട്ട് വിഠൽദാസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രധാന പൂജാരി അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. ആ സമയത്ത് ആ വിഠൽദാസ് എഴുന്നേറ്റ് ആ സ്ത്രീയെ ആദ്യം നമസ്കരിച്ചു. ഒരു ഗോപിയാണ്, അതായത് വൃന്ദാവനത്തിൻ്റെ ആയിരുന്ന ഗോപിയാണ്, ഇങ്ങനെ ഭഗവാനോട് ധൈര്യമായിട്ട് വെണ്ണ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വേണമെങ്കിൽ വീട്ടിലേക്ക് വന്നോളൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എത്ര പൂർവ്വ പുണ്യം വേണം അവർക്ക്. അതേപോലെ ഭഗവാൻ ചുമലിൽ കയറിയിരിക്കുക കുംഭൻദാസിൻ്റെ. അപ്പോൾ ഭഗവാന്റെ കരുണ അനുഭവിക്കാൻ സാധിച്ച ഭക്തനാണ് വിഠൽദാസ്. ആ കുംഭൻദാസിനെ നമസ്കരിച്ചു. പിന്നെ ഇതൊക്കെ ആരുടെ കരുണ കൊണ്ടാണ്? ശ്രീലകത്തുള്ള ഭഗവാന്റെ കരുണ കൊണ്ടാണ്, ശ്രീനാഥ്ജിയുടെ കരുണ കൊണ്ടാണ്. ആ തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്, ഗോക്കളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, എന്തിന് 3 ലോകത്തിലുള്ള ത്രിലോക ആളുകൾ മുഴുവൻ വന്നാലും ഗോവർദ്ധനത്തിൻ്റെ ചുവട്ടിൽ സ്ഥലമുണ്ട്. അങ്ങനെ ഭഗവാൻ അത്ഭുത ലീലകൾ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഭഗവാന്റെ അനേകം ലീലകൾ നമ്മൾ ഈ ഭാഗവതത്തിലൊന്നും കാണാത്ത, കേൾക്കാത്ത അനേകം കഥകൾ വ്രജവാസികൾ അവിടുത്തെ ആ ഭക്തന്മാരിൽ കൂടെ പരസ്പരം പകർന്നു കൊടുക്കുന്നുണ്ട്. ആ കഥകളാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കഥകൾ എല്ലാവരും കേട്ട് അവർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ദിവ്യഭാഗവതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള കഥകൾ ധാരാളമായിട്ട് ഇനിയും കേൾക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ.